ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം സിജോയുടെ കാര്യത്തിലാണിപ്പോൾ എന്താണ് അവസ്ഥ എന്നതിനൊരു വ്യക്തതയില്ലാത്തത്. നമ്മളൊക്കെ ലൈവിൽ കണ്ടതാണ് സിജോ ഫുഡ് കഴിക്കാനും അതുപോലെ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത്. ഉമ്മുനീര് പോലും ഇറക്കാൻ സാധിക്കില്ല എന്നാണ് സിജോ പറഞ്ഞത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അത്ര നിസാരമൊന്നുമല്ല വിഷയം. സാധാരണ ഒരാൾ മുഖത്തിടിക്കുന്ന ഡാമേജോ കാര്യങ്ങളോ ഒന്നുമല്ല നിലവിൽ സിജോയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. റോക്കി ഒരു ട്രെയിൻഡ് കിക്ക് ബോക്സർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ റോക്കിയുടെ ആ ഒരു പഞ്ചിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ സിജോയ്ക്ക് ഇഞ്ചേർഡ് ആകാനുള്ള സകല സാധ്യതയുമുണ്ട്. താടിയല് പൊട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ശക്തിയേറിയ പഞ്ചായിരുന്നു റോക്കിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ചെറിയൊരു ചതവോ കാര്യങ്ങളോ മാത്രമേ ഉള്ളെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ സിജോയ്ക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതല്ല താടിയലിന് കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിരിക്കില്ല സിജോയുടെ മുന്നോട്ടുള്ള ബിഗ് ബോസ് യാത്ര. എന്തായാലും ഇന്നത്തെ പരിശോധനയിൽ നിന്നും നമുക്കറിയാൻ സാധിക്കും എത്രത്തോളം ഗുരുതരമാണ് സിജോയുടെ താടിക്കേറ്റിരിക്കുന്ന പരിക്ക് എന്നത്. ഓൾറെഡി ബിഗ് ബോസ് സീസൺ 6-ൽ വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിച്ചിരുന്ന അസി റോക്കിയാണ് ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ പേരിൽ പുറത്തുപോയിരിക്കുന്നത്. ഈ ഒരു സീസണ് തന്നെ വൻ നഷ്ടമെന്ന് പറയാം. നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ പ്രശ്നങ്ങളിൽ ഒരു മടിയും കൂടാതെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന വ്യക്തിയാണ് റോക്കി. ശരിയാണ്, ആള് കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് പ്രൊവോക്ക് ആകും, വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും. ബട്ട് നല്ലൊരു വ്യക്തിയായിരുന്നു റോക്കി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പോൾ റോക്കിയുടെ പിറകെ സിജോയും ബിഗ് ബോസ് ഹൗസിന് വിട പറയുമോ എന്നാണ് സംശയം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സിജോയ്ക്ക് റിക്കവർ ആകാൻ സാധിക്കട്ടെ.